നമസ്കാരം. അനന്തമായ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ കൊച്ചു ഗ്രഹമായ ഭൂമിക്ക് എപ്പോഴും ഭീഷണിയായി നിലകൊള്ളുന്ന ഒന്നാണ് ബഹിരാകാശത്ത് നിന്നുള്ള പാറക്കെട്ടുകൾ അഥവാ ഛിന്നഗ്രഹങ്ങൾ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായതുപോലുള്ള ഒരു ദുരന്തം ഇനി ഒരിക്കലും സംഭവിക്കരുത് എന്ന ലക്ഷ്യത്തോടെ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ നിരന്തരം ആകാശ നിരീക്ഷണത്തിലാണ്. ഈ ശ്രമങ്ങൾക്കിടയിലാണ് ഒരു ഭൂഖണ്ഡത്തെയാകെ ഇല്ലാതെയാക്കാൻ ശേഷിയുള്ള 2025 SC79 എന്ന ഒരു ഛിന്നഗ്രഹം അടുത്തിടെ കണ്ടെത്തിയത്. ഭൂമിയുടെ ഭ്രമണപഥത്തിനുള്ളിൽ കറങ്ങുന്ന അറ്റിറാസ് എന്നറിയപ്പെടുന്ന ഭൗമ സമീപ ഛിന്നഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ 39ാമത്തെ അംഗമാണ് ഈ പുതിയ ബഹിരാകാശ പാറ. ഈ കണ്ടെത്തൽ ഭൂമിയുടെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ ഛിന്നഗ്രഹങ്ങളെ കണ്ടെത്തുന്നത് അങ്ങേയറ്റം ദുഷ്കരമാക്കുന്നതിനുള്ള പ്രധാന കാരണം അവയുടെ സ്ഥാനമാണ്. സൂര്യൻ്റെ തീവ്രമായ പ്രകാശത്തിൽ അവ പൂർണ്ണമായും മറഞ്ഞിരിക്കുന്നു. നമുക്ക് ഏറ്റവും അടുത്ത് എന്നാൽ സൂര്യരശ്മിയുടെ മറവിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇവയെ നിരീക്ഷിക്കുക എന്നത് ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. ഇത്തരം കൊലയാളി ഛിന്നഗ്രഹങ്ങളെ കണ്ടെത്താനുള്ള പരാജയം ഒരു നാൾ ഭൂമിയെ ഒരു വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടേക്കാമെന്ന ഭീതിക്ക് കാരണമായി. സെപ്റ്റംബറിൽ കാർണഗി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സ്കോട്ട് എസ് ഷെപ്പേർഡാണ് 2025 SC79 കണ്ടെത്തിയത്. നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ ബ്ലാങ്കോ 4 മീറ്റർ ടെലസ്കോപ്പിലെ ഡാർക്ക് എനർജി ക്യാമറ ഉപയോഗിച്ചാണ് ഈ കണ്ടെത്തൽ നടത്തിയത്. പിന്നീട് NSFന്റെ ജെമിനി ടെലിസ്കോപ്പും കാർണഗി സയൻസിലെ മഗല്ലൻ ടെലിസ്കോപ്പുകളും ഈ കണ്ടെത്തൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. 2025 SC79 എന്ന ഛിന്നഗ്രഹത്തിന് നിരവധി അസാധാരണമായ സവിശേഷതകളുണ്ട്. സൂര്യനെ ഒരു തവണ ചുറ്റിക്കറങ്ങാൻ വെറും 128 ദിവസം മാത്രം മതി ഈ പാറകഷ്ണത്തിന്. ഇത്രയും കുറഞ്ഞ ഭ്രമണപഥ കാലയളവുള്ള ഛിന്നഗ്രഹങ്ങളിൽ 3ാം സ്ഥാനമാണ് ഇതിനുള്ളത്. മാത്രമല്ല, ശുക്രന്റെ ഭ്രമണപഥത്തിനുള്ളിൽ പൂർണ്ണമായും കറങ്ങുന്നതായി അറിയപ്പെടുന്ന 2ാമത്തെ വസ്തുവും ഇത് തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ ഭ്രമണപഥമുള്ള ഗ്രഹമായ ബുധന്റെ ഭ്രമണപഥത്തെയും ഇത് മറികടക്കുന്നുണ്ട്. ഈ പുതിയ ഛിന്നഗ്രഹം ഏകദേശം 2300 അടി വ്യാസമുള്ളതാണ്. ഇത് ഭൂമിയിലേക്ക് ഇടിച്ചാലുണ്ടാകുന്ന ആഘാതം സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. അത് കോടിക്കണക്കിന് മനുഷ്യർക്കും മൃഗങ്ങൾക്കും നാശം വിതയ്ക്കുവാൻ ശേഷിയുള്ള ഒരു വൻ ദുരന്തമായിരിക്കും. ഏറ്റവും അപകടകരമായ ഛിന്നഗ്രഹങ്ങളെ കണ്ടെത്താനാണ് ഏറ്റവും കൂടുതൽ പ്രയാസമെന്ന് ഡോക്ടർ ഷെപ്പേർഡ് പറയുന്നു. സാധാരണയായി രാത്രികാലങ്ങളിലാണ് ഛിന്നഗ്രഹങ്ങളെ കണ്ടെത്തുന്നത്. എന്നാൽ സൂര്യന് സമീപം ഒളിഞ്ഞിരിക്കുന്ന അറ്റിറാസ് പോലെയുള്ള ഛിന്നഗ്രഹങ്ങളെ സൂര്യാസ്തമയ സമയത്തോ സൂര്യോദയത്തിന് തൊട്ടു മുൻപോ ഉള്ള ട്വിലൈറ്റ് സമയത്താണ് നിരീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ട്വിലൈറ്റ് ഛിന്നഗ്രഹങ്ങൾ ഭൂമിയോട് അടുക്കുകയാണെങ്കിൽ അവ ഗുരുതരമായ പ്രഹരമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഷെപ്പേർഡ് മുന്നറിയിപ്പ് നൽകുന്നു. ഈ കൊലയാളി പാറയുടെ രാസഘടന, ഉത്ഭവം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുവാൻ ശാസ്ത്രജ്ഞർ കാത്തിരിക്കുകയാണ്. ഇത് സൗരയൂഥത്തിലെ ഛിന്നഗ്രഹ ബെൽറ്റിൽ നിന്ന് തെറിച്ചുപോയ ഒരു വസ്തുവായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കൂടുതൽ പഠനങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും. കാരണം 2025 SC79 ഉടൻ തന്നെ സൂര്യന്റെ പിന്നിലേക്ക് മറയുവാൻ പോവുകയാണ്. ഈ പുതിയ കണ്ടെത്തൽ ബഹിരാകാശത്ത് നിന്നുള്ള ഭീഷണികളെക്കുറിച്ച് നാം എത്രത്തോളം ജാഗ്രത പുലർത്തണമെന്ന് അടിവരയിടുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.